ഹലോ, ഹെൽപ്പ് മീ ലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ തോരനാണ്. പാവയ്ക്ക തോരൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ പല രീതിയിൽ പാവയ്ക്കയുടെ റെസിപ്പി ഇട്ടുണ്ട്. ഇപ്പോൾ പാവയ്ക്കാന്ന് കേട്ടിട്ട് അയ്യോ കയ്പെന്ന് പറഞ്ഞ ആരും ഓടരുത്. കയ്പില്ലാത്ത രീതിയിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഞാൻ വേറെയും കുറേ റെസിപ്പികൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു നാടൻ രീതിയിലാണ് നമ്മളിന്ന് പാവയ്ക്ക തോരൻ വെക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ പാവയ്ക്ക എടുക്കുമ്പോൾ ഈ പച്ച കളറിലെ പാവയ്ക്ക ഉണ്ടല്ലോ, അതിനൊരു ഇത്തിരി കയ്പുണ്ട്. പക്ഷേ ഈ വെള്ള കളറിലെ പാവയ്ക്കയിൽ ആണ് ഞാൻ ഇന്ന് തോരൻ ചെയ്യുന്നത്. അതിൽ തന്നെ തോരൻ വെക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് കൂട്ട് കയ്പില്ലാതെ നമുക്ക് പാവയ്ക്ക തോരൻ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കൊച്ചുള്ളി എടുത്തോണ്ട് വിചാരിച്ചാണ് ചേച്ചി കൊച്ചുള്ളി എന്തോരം പൊളിക്കും, എങ്ങനെയാണ് കൊച്ചുള്ളി ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ നാടൻ തോരനുകൾക്കും ഒരു രുചി, നാടൻ രുചി കിട്ടണമെങ്കിൽ കൊച്ചുള്ളി ചേർക്കുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അതുപോലെ തന്നെ എന്താ ഒരു നാടൻ ടേസ്റ്റും കിട്ടുന്നത്. കറികൾക്കായാലും കൊച്ചുള്ളി ചേർക്കുന്നത് ഒരു പ്രത്യേക രുചിയാണ്. കൊച്ചുള്ളി എന്ന് പറയാം, കുഞ്ഞുള്ളി എന്ന് പറയാം, എന്ത് വേണേലും പറയാം. സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഓൾറെഡി പഴയ കുറേ കൊച്ചുള്ളി ഉണ്ട്. കൂട്ടത്തിൽ ജോസാൻ എക്സ്ട്രാ കുറച്ച് മേടിച്ചുകൊണ്ടും വന്നു. അതുകൊണ്ട് ഞാൻ കുഞ്ഞുള്ളി എടുത്തതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സവാളയിൽ ചെയ്തേനെ. പക്ഷേ സവാളയിൽ ചെയ്യുന്നതിനേക്കാൾ ഈ റെസിപ്പിക്ക് രുചിയെന്ന് പറയുന്നത് ഈ കുഞ്ഞുള്ളിയിൽ തന്നെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പാവയ്ക്കയൊക്കെ തോരൻ വെക്കുമ്പോൾ കഴിവതും കൊച്ചുള്ളി എടുത്താൽ അതിൻ്റെ കയ്പ് കുറച്ചുകൂടി കുറഞ്ഞു കിട്ടും, ഒരു ടേസ്റ്റും കിട്ടും. ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ, പച്ചത്തക്കാളി തോരൻ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു പുളി മാനേജ് ചെയ്യാനായിട്ട് കൂടുതൽ ഉള്ളി ചേർക്കും. അതിനകത്തൊക്കെ ഞാൻ സവാളയെ ചേർത്തിരുന്നത്. അതിനകത്തും ഈ കുഞ്ഞുള്ളി ചേർത്താൽ കുറെ കൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ കയ്പ്, പുളി ഇങ്ങനെയൊക്കെ ഉള്ളത് ഇല്ലാതാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഈ കൊച്ചുള്ളി എന്ന് പറയുന്നത്. അപ്പം അതാണ് ഞാൻ ഇന്ന് ഇതെടുത്തത്. അപ്പോൾ പൊളിക്കാൻ പറ്റുന്നവർ ഇത് തന്നെ എടുക്കണം, അല്ലാത്തവർക്ക് സവാള ഉള്ളിയിലും ഇത് ചെയ്യാം. കൊച്ചുള്ളി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അതായിരിക്കും ആ ഒരു നാടൻ രുചി കിട്ടുന്നത്. അപ്പൊ കേരളത്തിന് പുറത്തുള്ളവരടുത്ത് ഞാൻ പറയുന്നില്ല നിങ്ങൾ കുഞ്ഞുള്ളി തന്നെ കൊച്ചുള്ളി തന്നെ എടുക്കണമെന്ന്. അവിടുത്തെ അവസ്ഥ എനിക്കറിയാം എങ്ങനെയാണെന്ന്. പലപ്പോഴും മലയാളി കടയിൽ വരുമായിരുന്നെങ്കിലും അന്യായ വിലയായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിൽ വന്നേ പിന്നാണ് ഇത്രയും കൊച്ചുള്ളി യൂസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ സത്യത്തിൽ. ഇവിടുത്തെ കൂട്ട് വില കുറച്ചൊന്നും അവിടെ കിട്ടില്ല. പിന്നെ വല്ലപ്പോഴും പച്ചക്കറിക്കാര്, ഹിന്ദിക്കാര് ഇങ്ങനെ വില കുറച്ച് കൊണ്ടുവരുമായിരുന്നു. അന്നേരം കുറെ കൂടുതൽ മേടിച്ചു പോകുമായിരുന്നു. അല്ലാത്തപ്പോഴൊക്കെ അത്യാവശ്യം എന്താണ് ഇത്തിരി ഒന്ന് കടു താളിക്കണേലോ ചമ്മന്തി അരയ്ക്കാനോ ഒക്കെ നിധി പോലെ സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു കൊച്ചുള്ളി. അപ്പോൾ അതാ ഉള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടിട്ട് അന്തം വിടുന്നുണ്ടായിരിക്കും, എൻ്റെ ദൈവമേ എൻ്റെ പൊന്നെ ഇത്രയും ഉള്ളി എന്തിനാണെന്ന്. യഥാർത്ഥത്തിൽ പാവയ്ക്ക തോരൻ വെക്കുമ്പോൾ അതിൻ്റെ കയ്പില്ലാതാക്കണമെങ്കിൽ എത്രയും പാവയ്ക്കയുണ്ടോ അത്രയും, അതോടൊപ്പം അല്ലെങ്കിൽ ഇത്തിരി കുറച്ചാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കറക്റ്റ് സമാസമം ഉള്ളിയും പാവയ്ക്കയും എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ തേങ്ങയും, നമുക്ക് ഈ തോരന് തേങ്ങയും അത്യാവശ്യം നന്നായിട്ട് വേണം. അപ്പോൾ നമുക്ക് ഈ പാവയ്ക്ക എന്ന് പറയുന്നത് വളരെ ചെറിയായിട്ട് പൊടിയായിട്ടാണ് അരിയേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ അരിഞ്ഞെടുക്കാവുന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിയും അരിയേണ്ടവർക്ക് ഇതാ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും ചോപ്പ് ചെയ്യുകയാണ്. ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. എരി അനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിയുള്ള പച്ചമുളകാണ്. അപ്പോൾ എരി അനുസരിച്ച് പച്ചമുളക് എടുത്തോണം. ഞാനിവിടെ ഒരു പാവയ്ക്ക വലുതും ഒരു പാവയ്ക്ക ചെറുതുമായിട്ടാണ് എടുത്തേക്കുന്നത്. നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ കുറച്ചിടുവാണേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ സവാള പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ. അപ്പോൾ ഇനി നമുക്ക് മിക്സ് ചെയ്യണം. അതിനു വേണ്ടി ഞാനൊരു വലിയ ചട്ടി എടുത്തന്നേ ഉള്ളേ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട്. ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് തേങ്ങ, ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തേങ്ങയായിരുന്നു, പീരയുള്ള തേങ്ങയുമാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പതുക്കെയല്ല, നല്ലതുപോലെ ഞെരിടണേ. തീർച്ചയായിട്ടും ആ സവാളയിലെയും പാവയ്ക്കകത്തൊക്കെ വെള്ളം ഇറങ്ങും. നല്ല പോലെ ഞെരിടണം. പാവയ്ക്കയും ഉള്ളിയും
തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് യോജിക്കണം. സാധാരണ പാവയ്ക്കാത്തോരൻ വെക്കുന്നവർ ഉപ്പിട്ട് ഇതുപോലെ ഉപ്പ് മാത്രം ഇട്ട് ഞെരടി ആ വെള്ളം പിഴിഞ്ഞെടുക്കാറുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നല്ലതുപോലെ ഞെരടിയ ശേഷം ഒരു 10 മിനിറ്റ് ഇതിരിക്കട്ടെ. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ, അതാണ് ഒരു നാടൻ ടേസ്റ്റ്. ലേശം കടുക്, കറിവേപ്പില. ഇനി നമുക്ക് ഇളക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക മിക്സ് ഇട്ട് കൊടുക്കാം. പാവയ്ക്കയൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്ന ശീലം ഉണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ ഇതിപ്പം തന്നെ ഇങ്ങനെ കഴിക്കാൻ ചെറിയൊരു കയ്പേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് പച്ചയ്ക്ക്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട. പാവയ്ക്കയുടെയും ഉള്ളിയുടെയൊക്കെ വെള്ളമുണ്ട്, അത് മതി. ഞാനിതിൽ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല. പൊതുവെ എൻ്റെ വീട്ടിലെ പാവയ്ക്കായ്ക്ക് മഞ്ഞപ്പൊടി ചേർക്കാറില്ല കേട്ടോ. ചിലർ പറയും മഞ്ഞപ്പൊടി ചേർത്താൽ കയ്പ് കൂടുമെന്ന്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ വെള്ളത്തോരനാണ് വെക്കുന്നത്. തീ മീഡിയം ആക്കിയിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ആ എണ്ണയും പിന്നെ അതിനകത്തുനിന്ന് ഇറങ്ങുന്ന വെള്ളവും അത് മതി. ഒട്ടും അടിക്കും പിടിച്ചിട്ടില്ലേ. തീ ഞാൻ ഒട്ടും കൂട്ടിയിട്ടിട്ടില്ല. പിന്നെന്താ, പാവയ്ക്ക് തന്നെ പലരും കയ്പ് മാറാൻ പല രീതിയിൽ ചെയ്യാറുണ്ട്. പുളി ചേർക്കാറുണ്ട്, കുടംപുളി, സാമ്പാർ പുളി ചേർക്കാറുണ്ട്. പിന്നെന്താണ്, തക്കാളി ചേർത്ത് ചെയ്യാറുണ്ട്. ക്യാരറ്റ് ഇട്ട് തോരൻ വെക്കും, ബീട്രൂട്ട് ഇട്ട് തോരൻ വെക്കും. ഇതൊക്കെ പാവയ്ക്കയുടെ കയ്പ് കുറയ്ക്കുന്ന സംഭവങ്ങളാണ്. ഇത് പക്ഷെ പാവയ്ക്ക മാത്രം നമ്മൾ ഓവർ കയ്പില്ലാതെ എങ്ങനെ ചെയ്യാമെന്നാണ് ഇപ്പോൾ ഈ ചെയ്തേക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. പാവയ്ക്ക വെന്ത് തുടങ്ങി. ഇത്തിരി ഒന്ന് ടേസ്റ്റ് നോക്കാം. ഓവർ കയ്പൊന്നുമില്ല. ചോറിനകത്തിട്ട് ഇളക്കി കഴിക്കാൻ പെർഫെക്റ്റ് ആണേ. ഇത്തിരി കൂടി ഉപ്പ് വേണം. എരിയും ഓവറായിട്ടില്ല. വേവും നമുക്ക് തീരുമാനിക്കാം എത്രയും വേവണം. നന്നായിട്ട് അങ്ങ് വേവണോ അതോ മുക്കാൽ പരുവം മതിയോ? പാവയ്ക്ക എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേവണമല്ലോ. ഇച്ചിരി ഒന്ന് വേവട്ടെ. നമ്മൾ ഓൾറെഡി എണ്ണയൊക്കെ ഒഴിച്ചാണ് വെച്ചത്. അതുകൊണ്ട് ഇനി നമുക്ക് എണ്ണ ലാസ്റ്റ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും പാവയ്ക്ക ഒട്ടും ഇഷ്ടപ്പെടാത്തവർ പോലും കഴിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഞാൻ ഓഫ് ചെയ്യുവാണേ. അപ്പോൾ ദാ നമ്മുടെ തോരൻ റെഡിയായി. ടേസ്റ്റ് ചെയ്തൊന്ന് കാണിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കാമല്ലോ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ഈ കയ്പ് ഒരു കയ്പേ അല്ല, വെറുതെ കോരി കഴിക്കാം. അത്ര രുചിയാണ്. എനിക്കൊട്ടും കയ്പായിട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞതുപോലെ എത്രയും പാവയ്ക്കുണ്ടോ സെയിം അളവിൽ തേങ്ങയും സെയിം അളവിൽ ഉള്ളിയും എടുക്കാൻ ശ്രമിക്കുക. എങ്കിലേ നമുക്ക് ഇതേ ടേസ്റ്റിൽ ഇതുപോലെ ഓവർ കയ്പില്ലാതെ, ഓവർ കയ്പൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കയ്പില്ലാതെന്ന് തന്നെ പറയാം. ഞാൻ വീണ്ടും പറയുന്നു, മറ്റേ പച്ച പാവയ്ക്കാണെങ്കിൽ ഇത്തിരി കയ്പ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതും ട്രൈ ചെയ്യാം. ഞാൻ അതിൽ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ പച്ചയേക്കാളും ഇങ്ങനെയുള്ള പാവയ്ക്കാണ് കിട്ടുന്നത്. പക്ഷെ മറ്റേത് കിട്ടുമായിരുന്നുവെങ്കിൽ ഞാൻ അതിലും ട്രൈ ചെയ്തേനെ തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ആരൊക്കെ ചെയ്യുന്നു എന്നും കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ വെള്ളപ്പാവയ്ക്കാത്തോരം വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നാളെ മറ്റൊരു റെസിപ്പിയുമായിട്ട് വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു, ടാറ്റ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കഴിവതും ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാം. നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം വൈകിട്ട് 3 മണിയാണ്. എങ്ങാനും എഡിറ്റിംഗ് ഇത്ര ലേറ്റായെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ നെറ്റ് ഇപ്പോൾ ഭയങ്കര സ്ലോ ആണ്, കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട്. നെറ്റും സ്ലോ ആയെങ്കിൽ മാത്രം മാക്സിമം ഒരു 4:30 കഴിഞ്ഞാൽ പിന്നെ ഞാൻ അന്ന് വീഡിയോ ഇടത്തില്ല കേട്ടോ. 3 മണിക്കാണ് നമ്മുടെ അപ്ലോഡിങ് ടൈം. എന്തെങ്കിലും ഡിലേ ആയാൽ 4:30-ക്കകം ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇട്ടിരിക്കും. 4:30 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോ കാണത്തില്ല. ഇപ്പോൾ കുറേ ദിവസമായിട്ട് അടുപ്പിച്ച് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഡിലേ ആയി. ഇനി അങ്ങോട്ട് നമുക്ക് മാക്സിമം ഡെയിലി ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ വരാം. ബൈ.